ഇമ്പമാർന്ന മാപ്പിള പാട്ടുകളുമായി വൈവിധ്യമാർന്ന ആലാപനങ്ങളുമായി പട്ടുറുമാൽ ഇശൽ മർഹബയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതിന് മുൻപ് പട്ടുറുമാലിന്റെ എല്ലാമായ ജഡ്ജിംഗ് പാനലിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ ഫിറോസ് ബാബു, എല്ലാ മലയാളി പ്രേക്ഷകരുടെയും മനസ്സിൽ ഇടം നേടിയ മികച്ച ഗാനങ്ങൾ നമുക്ക് നൽകിയ പ്രിയപ്പെട്ട ഗായിക അമ്പിളി ചേച്ചി, സംഗീത സംവിധായകനും മികച്ചൊരു ഗായകനും സർവോപരി നല്ലൊരു നടനുമായ നമ്മുടെ പ്രിയപ്പെട്ട അബൂട്ടി മാഷ്, പട്ടുറുമാൽ ഇശൽ മർഹബയുടെ എല്ലാമായ സ്പെഷ്യൽ ജൂറി അംഗം. ലെറ്റ് മീ വെൽക്കം നമ്മുടെ പ്രിയപ്പെട്ട ഹംസക്ക. അതോടൊപ്പം തന്നെ ഞങ്ങൾ 22 മത്സരാർത്ഥികളെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനെത്തിയ ഓർക്കസ്ട്ര മെമ്പേഴ്സ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. മർഹബ എന്നാൽ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ആൻഡ്രിയ. നമസ്കാരം. ഒരിക്കൽ കൂടി പട്ടുറുമാൽ ഇശൽ മർഹബയിലൂടെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് മർഹബയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ആദി പെരിയവൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനവുമായിട്ടാണ്. ഈ ഒരു ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറത്തിപ്പാട്ട് എന്ന് പറയും. എനിക്ക് തോന്നുന്നു എന്റെ ഒരു പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ്, മാപ്പിളപ്പാട്ടില് കുറത്തിപ്പാട്ട് എന്ന് പറയുന്ന ഈ ഗണത്തിൽ വരുന്ന പാട്ടുകൾ വളരെ ചുരുക്കമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലറായ ഒരു കുറത്തിപ്പാട്ടാണ് ആദി പെരിയവൻ. ഈ പാട്ടിന്റെ ഒരു കഥ എന്ന് പറയുന്നത്, ജിബ്രായിൽ മലക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു കുറത്തിയുടെ വേഷത്തിൽ ഭൂമിയിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും അതിനുശേഷം അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന കുറെ കാര്യങ്ങളും ആണ് ഇതിന്റെ ഒരു കാൽപ്പനികത നിറഞ്ഞ ഒരു കഥയാണിത്. അതാണ് ഈ ഒരു സോങ്ങിന്റെ കണ്ടന്റ്. പിന്നെ ഇത് പാടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായിക റംലത്തയാണ്. ഇതിന്റെ രചന ഹസൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. ആദി പെരിയവൻ നാളാലൊരു നാളിൽ അരിശർ ജബരായേലെന്നെ മലക്കോട് ഓണം ജിബിരിൽ കൂറത്തിയുടെ കോലത്തിൽ പരിശിൽ കൂറത്തി പലതുണ്ടുടയോനെ പടപ്പിന്റെ ഇടയിൽ ഞാൻ പെണ്ണായി ചെന്നെങ്കിൽ പടപ്പുകൾ എന്നെ കുറവ് വരുത്തൂലേ. കുറവുകൾ വന്നാൽ പൊറുക്കുന്നോ ഞാനല്ലേ, കുറ്റങ്ങളെത്തിയാൽ പൊറുക്കുന്നോ ഞാനല്ലേ. പോണം ജിബിരിൽ കൂറത്തിയുടെ കോലത്തിൽ പരിശിൽ കൂറത്തിക്കൊരി ചേലായിറങ്ങുന്നേ. ഒരു തല കൊണ്ടവൾ നെറിക മറയ്ക്കുന്നേ, മറുതല കൊണ്ടവൾ ഞൊറിഞ്ഞിട്ടുടുക്കുന്നേ. പരിശിൽ കൂറത്തി പലതുണ്ടുടയോനെ ആദി പെരിയവൻ നാളാലൊരു നാളിൽ അരിശർ ജബിറായിൽ എന്നെ മലക്കോട് പോണം ജിബിരിൽ കൂറത്തിയുടെ കോലത്തിൽ പരിശിൽ കൂറത്തി പലതുണ്ടുടയോനെ. മൈലാഞ്ചി മൊഞ്ചു വിരിയുന്ന ഈ ധന്യമായ വേദിയിൽ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ഹാരിസ് ഫ്രം പൊന്നാനി.
എന്റെ പേര് ഹാരിസ്. ഞാൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് വരുന്നു. പട്ടുമാലിൽ സെലക്ഷൻ കിട്ടിയത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതുപോലെ സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ നന്ദി പറയുന്നു. ഹാരിസ്, ഫസ്റ്റ് റൗണ്ടാണ്, ഖൽബിലെ പാട്ടാണ്. കുറെ നാളായി ഖൽബിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഗാനം തന്നെ ആവട്ടെ ഇവിടെ പാടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? കുറച്ച് സന്തോഷത്തില് ഷുവർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പെർഫോമൻസ്. ആകലോകാരണമുത്തൊളി യാ റസൂലേന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ആകലോകാരണമുത്തൊളി യാ റസൂലേന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, വീരമുള്ള മനുഷ്യത്വം വേററുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവായി. ആകലോകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. അന്ധതായെന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം, അന്ധതായെന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം, അംഗസുറ്റേ പോരുൾ തേടി ആക്കി നാട്ടിൽ സത്യാചാരം കാട്ടി കളിമാവിരലതു നീട്ടി വിജയ കൊടിയും കാട്ടി കരയറ്റ സൽഗുണമാർഗ റസൂലേ. ആകലോകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. അന്ത്യലോക പ്രവാചക അമ്പിയാക്കളില്ലധിക, അന്ത്യലോക പ്രവാചക അമ്പിയാക്കളില്ലധിക, അന്തുസുറ്റി പോരുൾ തേടി ആക്കി നാട്ടിൽ സത്യാചാരം കാട്ടി കളിമാവിരലതു നീട്ടി വിജയ കൊടിയും മാട്ടി അലങ്കാര മുഹമ്മദ് പേരൊളിവായി. ആകലോകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ആകലോകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ഹാരിസ്, എത്ര ദിവസം എടുത്തു ഇത് പഠിക്കാൻ? 3-4 ദിവസം. 3-4 ദിവസം എടുത്തു. അപ്പൊ എന്തായാലും അതിന്റെ ഒരു എഫേർട്ട് ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജഡ്ജസ് കമന്റ്സിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഹാരിസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? ബ്ലൂ. ബ്ലൂ ആണ്. നീല കളറാണ് കൂടുതൽ ഇഷ്ടം, അല്ലെ? അപ്പൊ എന്തായാലും പേരിൽ മാത്രമല്ല ഈ സീറ്റിലും അമ്പിളിയെ പോലെ പ്രഭ ചൊരിഞ്ഞിരിക്കുന്ന അമ്പിളി ചേച്ചിക്കാണ് ഇന്ന് ആദ്യം ജഡ്ജ്മെന്റ് പറയാനുള്ള ചാൻസ്. ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആയതുകൊണ്ട് അമ്പിളി ചേച്ചിയിൽ നിന്ന് ആരംഭിക്കാം. ഹാരിസ് ചേച്ചി നന്നായിട്ട് പാടി,
പക്ഷെ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. പല്ലവി കുറച്ച് വീക്കായിരുന്നു. ത്രൂ ഔട്ട് ട്യൂണിങ് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഫസ്റ്റ് അനുപല്ലവി ഒരു തരക്കേടില്ല, നന്നായിരുന്നു. കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ഇത് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. നന്നായിട്ട് ബാക്കി താളം അതൊക്കെ ഓക്കെ. ശ്രുതി വളരെ ശ്രദ്ധിക്കണം. അടുത്ത പ്രാവശ്യം പാടുമ്പോൾ കുറെ കൂടെ നന്നായിട്ട് പ്രാക്ടീസ്. ഒരു പാട്ട് 100 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക നമ്മളൊരു കോമ്പറ്റീഷന് വരുമ്പോൾ. അങ്ങനെ എഫേർട്ട് എടുത്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് പാട്ടിന് ശ്രമിക്കണം കേട്ടോ. താങ്ക് യു അമ്പിളി ചേച്ചി. ഇന്ന് വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ ആണ്. അപ്പൊ വൈറ്റിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലാക്ക് ആണ്. ഫിറോസ് കാ എന്ത് പറയുന്നു ഈ ഒരു പാട്ടിനെ കുറിച്ച്? ഹാരിസ് ചേച്ചി പറഞ്ഞു വെച്ചോടുന്ന് തുടങ്ങാം. ഞാൻ കുറെ ശ്രുതി പ്രശ്നവും കുറെ പ്ലാനുകൾ വ്യത്യാസവും വന്നു ഈ പാട്ടിൽ. ഒറിജിനൽ കേട്ടിരുന്നോ? ഇല്ല, ഞാൻ വേറെ കേട്ട് പഠിച്ചതാ. ഒറിജിനൽ ഒന്ന് കേൾക്കുക എന്നുള്ളത് വലിയൊരു പോരായ്മയായി വന്നു ഈ പാട്ടിൽ കേട്ടോ. അപ്പൊ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഒരു പാട്ടിന് തയ്യാറെടുക്കണം കുറെ മുന്നേ. ചേച്ചി പറഞ്ഞ പോലെ ഞാനത് 100നെ വീണ്ടും പെരുക്കുകയാണ്. 100 ഒരുപാട് തവണ ചേച്ചി ഒരു ഒറിജിനൽ കേൾക്കുക, ഒരുപാട് തവണ പാടുക. പെർഫെക്റ്റ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നരുത്. പാടുക തന്നെ, പാടിക്കൊണ്ട് ഒരുപാട് പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. അബൂട്ടി മാഷെ, തുടക്കത്തിൽ യാ റസൂലെ വരുന്ന സ്ഥലം തന്നെ പിച്ച് എന്തോ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് പാടും പോലെ ഞാൻ പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പാടിക്കൂടായിരുന്നു. പാടുന്നത് ഇപ്പൊ ഒരു മ്യൂസിക് കമ്പോസർ ഇതിപ്പം ബാബുക്ക ചെയ്ത പാട്ടാണ്. ബാബുക്ക ഓർക്കസ്ട്രേഷൻ മാത്രമല്ല, അതിലെ കാര്യങ്ങളോ സംഗതികളൊക്കെ ബാബുക്ക തന്നെയാണ് ചെയ്തു കൊടുത്തത് എവിക്ക്. അപ്പം നമ്മളതിൽ മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത് വെച്ച സാധനം മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എവി എങ്ങനെയോ പാടിയത് അതുപോലെ പാടിയാണ്. അപ്പൊ മോൻ പറഞ്ഞു എവിയുടെ പാട്ട് കേട്ടിട്ടില്ല അല്ലെ, വേറെ പാട്ട് കേട്ടാ പാടിയെന്ന്. ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിൽ എങ്ങനെയുള്ള ഉണ്ട് എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് പാടിയാൽ മതി. മറ്റുള്ളവർ പാടിയത് കേട്ട് പഠിക്കരുത്. ഒറിജിനൽ എന്താ നോക്കുക, പഠിക്കാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷെ. ഹംസക്ക. ഹാരിസ്, ഇത് റസൂലിനെ സംബന്ധിച്ചുള്ള ഒരു മദ്ഹ് ഗാനമാണ്. പഴയ കാലത്തും മദ്ഹ് ഗാനത്തിലാണ് മാപ്പിളപ്പാട്ട് തുടങ്ങിയ കാലത്തുള്ളത്. അതൊരു ആധുനിക രീതി, ആധുനിക ഭാഷയിലോ മനോഹരമായിട്ട് എവി പാടിയതാണ്. അപ്പോൾ ഒറിജിനൽ കേട്ട് നന്നായി പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. മാത്രമല്ല, ആ റസൂലിനെ കുറിച്ച് പാടുമ്പോൾ അതിന്റെ ഭക്തി, ആദര, ബഹുമാനങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതിലിങ്ങനെ അത് തുളുമ്പി വരണം. ഇതിന്റെ ഒരു വിശ്വാസം എന്താന്ന് ചോദിച്ചാൽ, ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ചത് ആദ്യം തന്നെ മുഹമ്മദിനെയാണെന്നാണ്. അതിന് ആ കാരണം കൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നാണ് അർത്ഥം. ഇത് പഴയ കാലത്ത് തന്നെ ആകാശം ഭൂമി പടച്ചോനല്ല ഒരു മുത്താൽ, അതിന്റെ ആധുനികമായ ആവിഷ്കരണമാണിത്. കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഭക്തിയാദരവോടുകൂടി പാടാൻ നോക്കണം. താങ്ക് യു ഹംസക്ക. കുഴപ്പമില്ല, ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ഇമ്പോസിഷൻ കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ അത് ഒരു ശീലമാക്കാതിരിക്കുക. മാർക്ക് നമുക്ക് ചോദിക്കാം. അമ്പിളി ചേച്ചി, എത്ര മാർക്കാണ് ഹാരിസിന് ഈ ഒരു പെർഫോമൻസിന്, കൽബിലെ പാട്ടിന് എത്ര മാർക്ക് നൽകുന്നു? ഞാൻ മനസ്സിൽ 20 മാർക്ക് തരണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അടുത്ത റൗണ്ടില് നന്നായിട്ട് പാടാനായിട്ട് 21. 30ൽ 21 മാർക്കാണ്. ഫിറോസ്, കിട്ടുന്ന മാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ. അതുകൊണ്ട് ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു 22 തരാം. 22. അടുത്ത റൗണ്ടിൽ പാട്ട് നന്നാക്കും എന്നുള്ള ഉറപ്പിന്റെ പുറത്ത് കേട്ടോ. അബൂട്ടി മാഷെ, ഹാരിസിന്റെ ഈ ഒരു പെർഫോമൻസിന് എത്ര മാർക്കാണ് നൽകുന്നത്? ഞാൻ മനസ്സിൽ കരുതിയതും പറയാൻ ആഗ്രഹിക്കുന്നതും 20 തന്നെ. 20 തന്നെയാണ്. മനസ്സിൽ കണ്ടത് തന്നെ മാർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 30ൽ 20 മാർക്ക്. ഹംസമാഷെ, മനസ്സിൽ കണ്ടത് തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കൂടാൻ സാധ്യതയുണ്ടോ? ഔട്ട് ഓഫ് 10 എത്ര മാർക്കാണ് നൽകുന്നത്? 7 മാർക്ക്. 7 മാർക്കാണ്. 10ൽ 7 മാർക്ക്. ഗ്രാൻഡ് ടോട്ടൽ 100ൽ 70 മാർക്കാണ്. ഔട്ട് ഓഫ് 170. ഓക്കെ, അപ്പൊ എന്തായാലും ഈ മാർക്ക് പോരാ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പൊന്നാനിക്കാരെല്ലാവരും കാത്തിരിക്കുകയാണ് മികച്ച പെർഫോമൻസുകൾ, മികച്ച പാട്ടുകൾ കേൾക്കാനായി. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.